വെള്ളാപ്പള്ളിയുടെ വെളിപാടുകൾ ദിവസേന എന്നോണം വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ല. കാരണം വെള്ളാപ്പള്ളി അടുത്തിടെയായി അത്തരം വർത്തമാനങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മലപ്പുറത്തെക്കുറിച്ച് പറഞ്ഞു, മുസ്ലിമീങ്ങളെക്കുറിച്ച് പറഞ്ഞു, അങ്ങനെ ഈഴവർക്ക് വേണ്ടി എന്ന് സംസാരിക്കുകയും ഒപ്പം വർഗീയത ആവശ്യാനുസരണം പറയുകയും ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ രീതി. പക്ഷേ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എന്താണ് ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. അന്ന് നമുക്കറിയാം, മലപ്പുറത്തെക്കുറിച്ച് വളരെ വിഷം വമ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് സ്വീകരണം നൽകാനാണ് മുഖ്യമന്ത്രി തയ്യാറായത്. പിന്നീടിപ്പോൾ അദ്ദേഹം വീണ്ടും അത്തരത്തിലുള്ള ചില പരാമർശങ്ങൾ നടത്തിയപ്പോൾ തൊട്ടടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന് സ്വീകരണം ഒരുക്കാൻ മുന്നിൽ നിന്നത് മന്ത്രി വി.എൻ. വാസവനാണ്. ഒപ്പം കോൺഗ്രസ് നേതാക്കളായ ഹൈബി ഈഡനും കെ ബാബുവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളിക്ക് ഇങ്ങനെ പിന്തുണ വർദ്ധിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഉന്നയിക്കുന്ന ചോദ്യം. എന്തുകൊണ്ടായിരിക്കും നിഷാദ്, വെള്ളാപ്പള്ളി ഇത്തരം വർഗീയ പരാമർശങ്ങൾ നടത്തുന്നു, പക്ഷേ അദ്ദേഹത്തെ വളരെ വിമർശിക്കുന്നവർ പോലും വളരെ സോഫ്റ്റായി വിമർശിക്കുന്നു. മറ്റു ചിലർ അദ്ദേഹത്തെ വാനോളം പുകഴ്ത്തുകയും ചെയ്യുന്നു. മറുഭാഗത്ത് അങ്ങനെ കാണുന്നുമില്ല. ചില ആളുകൾ സംസാരിക്കുമ്പോൾ അവർക്കെതിരെ നീണ്ട ലേഖനങ്ങൾ, പരമ്പരകൾ, സൈബർ ആക്രമണങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നു. പക്ഷേ വെള്ളാപ്പള്ളിക്കെതിരെ ഇതൊന്നും കാണുന്നില്ല. അതിലിപ്പോൾ ഒന്നാമത് കണ്ട് CPIM-ൻ്റെ ഭാഗത്തു നിന്നാണ് ഒരു പക്ഷേ കടുത്ത വിമർശനം അദ്ദേഹത്തിനെതിരെ തിരിച്ചുണ്ടാവേണ്ടത്. 2005 കാലഘട്ടത്തിൽ അദ്ദേഹം ഈ വിദ്വേഷത്തിൻ്റെ യാത്ര തുടങ്ങുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തെ ഏറ്റവും മാരകമായ ഭാഷയിൽ തിരിച്ചാക്രമിക്കുകയും പ്രതിരോധിക്കാൻ മുന്നിലുണ്ടാവുകയും ചെയ്തത് CPIM ആയിരുന്നു. അന്നാണ് കേരള തൊഗാഡിയ എന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത്. RSSൻ്റെ നാവ് വാടകയ്ക്കെടുത്തു എന്ന് വിമർശനം ഉണ്ടാകുന്നത്. VS അച്യുതാനന്ദൻ നാട് മുഴുവൻ നടന്ന അദ്ദേഹത്തിനെതിരെ ഉള്ള ക്യാമ്പയിനിൽ പങ്കാളിയാവുന്നത്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞ് അതേ വെറുപ്പ് ഒരിക്കൽ കൂടി വെള്ളാപ്പള്ളി ആവർത്തിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തോട് അങ്ങേയറ്റത്തെ സമവായത്തിൻ്റെ, സമന്വയത്തിൻ്റെ, ഇളവിൻ്റെ സമീപനം CPM എടുക്കുകയാണ്. എന്തുകൊണ്ട് എടുക്കും ചോദിച്ചാൽ, നമ്മളിപ്പോൾ ഒരു അസാധാരണമായ എന്തെങ്കിലും ഒരു സംഗതി ഉണ്ടാകുമ്പോൾ അതിൻ്റെ ബെനിഫിഷ്യറി ആരാണെന്ന് ആദ്യം പരിശോധിച്ചാൽ അതിനകത്തെ റൂട്ട് നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ആ ആക്ഷേപത്തിൻ്റെ സാധ്യത ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് വെള്ളാപ്പള്ളി നടേശൻ ഈ പുതിയ പാർട്ടി പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി നടത്തുന്ന യാത്ര, ആ പാർട്ടിയുടെ പ്രഖ്യാപനം, ആ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പിലെ മത്സരം, അത് ഏറ്റവും കൂടുതൽ അപകടമുണ്ടാക്കിയത് അല്ലെങ്കിൽ പരിക്ക് പറ്റിയത് UDF-നാണ്. മധ്യ കേരളത്തിലെ പലയിടത്തും UDF-ന് കാര്യമായ വോട്ട് നഷ്ടം ഉണ്ടാവുകയും അവരുടെ പരാജയത്തിന് കാര്യങ്ങൾ പോവുകയും ചെയ്തു. ഇത്തവണയും വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ഈ പരാമർശങ്ങൾ ആർക്കനുകൂലമായ ഒരു കൺസോൾട്ടേഷനായി മാറുമെന്ന് ആര് കണക്കൂട്ടുന്നു, അവരുടെ നിശബ്ദതയാണ് ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും മുഴങ്ങി നിൽക്കുന്നത് എന്ന് കാണാൻ പറ്റും. CPIM പറയുന്നത് അതിനകത്ത് ഞങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി നൽകി കഴിഞ്ഞിട്ടുണ്ടെന്നാണ്. പക്ഷേ ഇല്ല എന്ന് നമുക്കറിയാം. ഇന്നലെ CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഒരു കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ആ കുറിപ്പ് ഇന്നലെ ആദ്യമായിട്ട് വന്ന് കാണുന്ന ഒരാൾക്കാണെങ്കിൽ ആ കുറിപ്പ് എന്ത് പശ്ചാത്തലത്തിലാണ് ഇറക്കിയിട്ടുള്ളതെന്ന് പോലും മനസ്സിലാവില്ല. അങ്ങനെ വേഗമായിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് പുക നിറഞ്ഞ ഒരു കുറിപ്പാണ്. അങ്ങനെയായിരുന്നു ആ പാർട്ടി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. ഒരിക്കലുമല്ല. കാരണം എന്താണ്, വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന കാര്യങ്ങളിൽ രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്നാമത്തെ, അദ്ദേഹം പറയുന്നത് വ്യാജമാണ്. രണ്ടാമത്, അദ്ദേഹം പറയുന്നത് വെറുപ്പാണ്. ഇത് രണ്ടിനെയും കൃത്യമായി തുറന്നു കാണിക്കുകയും പ്രതിരോധിക്കുകയും വിമർശിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്വം CPM-നുണ്ട്. അത് ചെയ്യുന്നില്ല. അദ്ദേഹം പറഞ്ഞ നുണ എന്തൊക്കെയാണ്? മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടലാണ് ഹിന്ദുക്കൾക്ക്. അത് നുണയാണ്. അത് ഡേറ്റയെ മുൻനിർത്തിക്കൊണ്ട് തുറന്നു പറയാനും എതിർക്കാനും അത് പൊളിക്കാനുമുള്ള ബാധ്യത CPM-നുണ്ട്. അല്ലാതെ സാരോപദേശം നൽകി പോലല്ല CPM ഇപ്പോൾ ചെയ്യേണ്ടത്. രണ്ടാമത്തെ എന്താണ്? കേരളത്തിലെ സർക്കാർ പ്രവർത്തിക്കുന്നത് കാന്തപുരത്തിൻ്റെ ഉപദേശം അനുസരിച്ചാണ്. അത് നുണയാണ്. ഞങ്ങളുടെ സർക്കാർ പ്രവർത്തിക്കുന്നത് ഏതെങ്കിലും മതനേതാവിൻ്റെ തിട്ടൂരത്തിനനുസരിച്ചല്ല എന്ന് തുറന്നു പറയാനും അത് വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള ബാധ്യത CPM-നുണ്ട്. CPM അത് ടച്ച് ചെയ്യുന്നില്ല. കോട്ടയം എന്ന് പറയുന്ന സ്ഥലം അത് ചില പ്രത്യേക സമുദായക്കാരുടെ കയ്യിലാണ് ഇരിക്കുന്നതെന്ന് അദ്ദേഹം പറയുന്നു. അത് വസ്തുതാപരമല്ല എന്ന് പറയാനുള്ള ബാധ്യത CPIM-നുണ്ട്, സർക്കാരിനുണ്ട്. ഞാൻ കുടുങ്ങിപ്പോയപ്പോൾ പിണറായി വിജയനാണ് രക്ഷകനായി വന്നതെന്ന സ്വഭാവത്തിൽ അദ്ദേഹം അവിടെ സംസാരിക്കുന്നു കോട്ടയത്ത്. അങ്ങനെയല്ല, വെറുപ്പിൻ്റെ ഏതെങ്കിലും പ്രചാരകർക്ക് സംരക്ഷണം കൊടുക്കുന്ന പണിയല്ല മുഖ്യമന്ത്രിക്കുള്ളത് എന്ന് തിരുത്താനുള്ള ബാധ്യത CPM-നുണ്ട്. അപ്പോൾ കേവലമായി ഒരാളെന്തോ വെറുപ്പ് പറയുന്നു, അയാളോട് നിങ്ങളൊന്നും ചെയ്യല്ലേ എന്ന ഉപദേശം അല്ല വേണ്ടത്. ഇന്നലത്തെ പത്രക്കുറിപ്പ് കണ്ടാൽ കേരളത്തിൽ എല്ലാവരും കൂടി എന്തൊക്കെയോ വെറുപ്പ് പറയുന്നുണ്ട്. എല്ലാവരും വെറുപ്പ് പറയുന്നത് നിർത്തണമെന്ന പൊതുവായ ഉപദേശത്തിൻ്റെ സ്വഭാവമാണ് അതിനുള്ളത്. അപ്പോൾ രണ്ട് പ്രധാനപ്പെട്ട തലങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം വ്യാജം പറയുകയാണ്. ഇത് തെറ്റാണെന്ന്. നർക്കോട്ടിക് ജിഹാദ് സംഭവിച്ചതിന് ശേഷം ആദ്യം പോയി അദ്ദേഹത്തെ പണ്ഡിതങ്ങൾ വിളിച്ചെങ്കിലും പിന്നീട് പിണറായി വിജയൻ്റെ വാർത്താ സമ്മേളനം നടത്തി നർക്കോട്ടിക് ജിഹാദ് എന്നൊരു സംഗതി ഇല്ലാന്ന് കണക്കുകൾ നിരത്തി പറയുന്നുണ്ട്. അതുപോലെ കണക്കുകൾ നിരത്തി മറുപടി പറയേണ്ടുന്ന ഒരു ഘട്ടത്തിൽ നിന്ന് സമ്പൂർണ്ണമായും പിൻവാങ്ങി നിൽക്കുക, വ്യാജം പ്രചരിപ്പിക്കാനുള്ള അവകാശം കൊടുക്കുക. ഇന്നലത്തെ കുറിപ്പിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏതൊക്കെ സമുദായത്തിന് വേണമെങ്കിലും അവരുടെ ആശങ്കകൾ അവതരിപ്പിക്കാനുള്ള അവകാശമുണ്ട് എന്ന് വെച്ചാൽ ഈഴവ സമുദായത്തിന് വേണ്ടിയിട്ടുള്ള എന്തോ ഒരു ആശങ്ക ജെന്യുവിനായി അവതരിപ്പിക്കുകയാണ് ഇദ്ദേഹം. പക്ഷേ അതിൽ നിങ്ങൾ മതവൈരം കലർത്തരുതെന്നാണ്. ഇദ്ദേഹം മതവൈരം കലർത്തുന്നുള്ള പോയിന്റ് അവിടെ നിൽക്കെ തന്നെ അദ്ദേഹം ഉന്നയിക്കുന്ന ആശങ്കകൾ അത് വസ്തുതാപരമല്ലല്ലോ. അപ്പോൾ മലപ്പുറത്ത് ജീവിക്കാൻ ശ്വാസം മുട്ടുന്നു ഹിന്ദുക്കൾക്ക് എന്ന് പറയുകയാണ് അദ്ദേഹം. അതാണ് അദ്ദേഹം ഉയർത്തിയ ഒരു ആശങ്ക. കോട്ടയത്ത് ജീവിക്കാൻ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രമേ കഴിയുന്നുള്ളൂ, അതാണ് അദ്ദേഹം ഉയർത്തിയ ഒരു ആശങ്ക. കാന്തപുരത്തെ പോലെ മുസ്ലിം മത നേതാവാണ് സർക്കാരിനെ നയിക്കുന്നതെന്ന് പറയുന്നത്, അതാണ് ഒരു ആശങ്ക. ഇത് ആശങ്കയാണോ?
അപ്പോൾ ഏതെങ്കിലും ഒരു ഏത് വിഭാഗത്തിനും അവരുടെ ന്യായമായ ആശങ്ക ഉയർത്താൻ അവകാശമുണ്ടെന്ന് പാർട്ടി പറയുകയാണ്. ഇത് ആശങ്കയല്ലല്ലോ. ഇതെന്ന് പറഞ്ഞാൽ ആളുകൾക്ക് വെറുപ്പുണ്ടാക്കാൻ വേണ്ടി കുത്തിത്തിരിപ്പ് പറയാണ്. ഇതെങ്ങനെയാണ് ജെന്യുവിൻ ആശങ്കയായിട്ട് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ കുറിപ്പ് കാണുന്നത്? അപ്പോൾ ഇത് വളരെ ഡെലിബറേറ്റായി നിശബ്ദത അവലംബിക്കാൻ ആകെ ഇതിനെക്കുറിച്ച് സംസാരിച്ചത് എം സ്വരാജാണ്. എം സ്വരാജിൻ്റെ ഭാഷ ശ്രദ്ധിക്കുക, അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളിൽ റെസ്പോൺസിബിൾ ആണെന്നാണ്. സ്വരാജിൻ്റെ ആക്രമണശൈലി ഇതൊന്നുമല്ല. സ്വരാജിനേക്കാളും കടുപ്പ് പറയും വാക്കുകൾ അറിയാം. പക്ഷേ അദ്ദേഹം പോലും ഒരു മയപ്പെടുകയാണ്. എന്താണ് ഇത്? കേരളത്തിൻ്റെ ഒരു സെക്കുലർ സ്ട്രക്ചറിനെ തകർക്കാൻ പോകുന്ന ഒന്നാണ്. കേരളത്തിലെ ഏറ്റവും വലിയ സമുദായ സംഘടനയെ വർഗീയതയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള നടത്തുന്ന ശ്രമം ചില്ലറ പ്രശ്നമല്ല. അതിനെ തടുത്തു നിർത്തേണ്ട ബാധ്യതയുണ്ട്. ആ ബാധ്യതയിൽ റെസ്പോൺസിബിളാണ്, ഗുരുവിൻ്റെ മൂല്യങ്ങൾ ഇതല്ല എന്ന് പറഞ്ഞതിന് പകരം ഇതിന് മുമ്പ് ഇതിനേക്കാൾ വലിയ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണ്? RSSൻ്റെ നാവ്, ഇത്തവണ ആ വാക്കില്ല. കേരള തൊഗാഡിയ, ഇത്തവണ ആ വാക്കില്ല. ആ വാക്കുകൾ അവിടെ പോയി. രണ്ടും ഒരേ സന്ദർഭമാണല്ലോ. അന്നും വർഗീയത, ഇന്നും പറയുന്നു. അപ്പോൾ എന്തുകൊണ്ട് CPM അതിനെക്കുറിച്ച് സംസാരിക്കുന്നില്ല? വേണമെങ്കിൽ CPMൻ്റെ ഭാഗമായി നിൽക്കുന്ന ചില നിഷ്കളങ്ക മനുഷ്യർ പറയുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ ഹിന്ദു സമുദായ സംഘടനയുടെ അധ്യക്ഷൻ എന്തെങ്കിലും വെറുപ്പ് പറയുമ്പോൾ അതിനെതിരെ ആഞ്ഞാക്രമിച്ചാൽ അയ്യോ ഞങ്ങളുടെ സമുദായത്തെ കുറ്റം പറയുന്നേ എന്ന് പറഞ്ഞ ആളുകൾ വരും. അപ്പോൾ അതിന് ഇരപരിവേഷത്തിന് വഴി വെച്ച് കൊടുക്കേണ്ടതില്ല, നിശബ്ദത അവലംബിക്കുന്നതാണ് നല്ലത് എന്ന്. രണ്ട് കാര്യങ്ങളുണ്ട്. അങ്ങനെ നിശബ്ദത അവലംബിച്ചത് കൊണ്ട് ഈഴവ സമുദായത്തിനകത്തേക്ക് RSS പടർന്നു കയറാൻ നടക്കുന്ന ശ്രമങ്ങൾ ഇല്ലാതാവുന്നുണ്ടോ? ഇല്ല. കൂടുതൽ വിജയത്തിൽ അത് കടന്നു പോവുകയും ആലപ്പുഴയിലും ആറ്റിങ്ങലിലും ആലത്തൂരിലും എല്ലാം പാർട്ടി വോട്ടുകൾ തന്നെ ചോർന്നു പോവുകയാണ്. അപ്പോൾ നിശബ്ദത കൊണ്ട് നേട്ടമൊന്നുമില്ല എന്നാണ് നമ്മൾ ലോജിക്കലി പരിശോധിച്ചാൽ കാണാൻ കഴിയുന്ന കാര്യം. പിന്നീട് നിശബ്ദത അവലംബിക്കുക എന്ന് പറഞ്ഞ സംഗതി കൊണ്ടുള്ള ഗുണം എന്താണ്? അങ്ങനെയാണെങ്കിൽ എല്ലാത്തിനോടും നിശബ്ദത അവലംബിക്കണ്ടേ? മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട ഏതൊരു സംഘടന ഒരു പ്രശ്നം ഉന്നയിക്കുന്നു, മൈൻഡ് ചെയ്യേണ്ടതില്ല എന്നാണല്ലോ തീരുമാനിക്കേണ്ടത്. കാസയുടെ ഐഡിയോളജി ചില ബിഷപ്പുമാർ പറയുന്നു, അവരോടും എടുക്കുന്ന സമാനമായ നിശബ്ദതയാണ്. പക്ഷേ നോക്കൂ നിങ്ങൾ, ഇതിന് മുമ്പുണ്ടായിട്ടുള്ള മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട അവർക്ക് അഭിപ്രായ വ്യത്യാസമുള്ള സംഗതികളിൽ അവർ ദീർഘമായ പരമ്പരകൾ എഴുതി, വലിയതുള്ള ക്യാമ്പയിൻ സംഘടിപ്പിച്ചു, വലിയ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് തെരുവുകളിൽ അവർ ഘോഷയാത്രകൾ അല്ലെങ്കിൽ പ്രതിഷേധ യാത്രകൾ നടത്തി. എന്താ അത് പറയുമ്പോൾ മുസ്ലിം സമുദായത്തിന് ആകെ ഭീഷണിയാകുമെന്ന് അല്ലെങ്കിൽ അവരെതിരാകും എന്നുള്ള ഭയപ്പാട് ആ പാർട്ടിക്കുണ്ടായില്ല. പക്ഷേ ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നു എന്ന ന്യായം പറയുകയാണ്. അപ്പോൾ സത്യത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റിലേക്ക് വീണ്ടും വരികയാണ്. ആരാണ് ഇതിൻ്റെ ബെനിഫിഷ്യറി? ഒരു വിവാദമുണ്ടാകുമ്പോൾ ആ വിവാദത്തിൻ്റെ അല്ലെങ്കിൽ ഒരു വിഭജനം രൂപപ്പെടുമ്പോൾ ആ വിഭജനത്തിൻ്റെ ഇമ്മീഡിയറ്റ് ബെനിഫിഷ്യറി ആരാണ് എന്ന് പരിശോധിച്ചാൽ ഇപ്പോഴത്തേത് നിർഭാഗ്യകരം. അത് നമ്മൾ കാണേണ്ട കാര്യം അത് CPIM ആണ്. അടുത്ത ഘട്ടത്തിൽ കടക്കാൻ പോകുമ്പോൾ അവർക്കത് ഗുണപരമാകും. അത് പെട്ടെന്ന് മനസ്സിലാവുന്നതുകൊണ്ടാണ് VD സതീശൻ K ബാബുവിനെയും ഹൈബീഡനെയും തള്ളിക്കൊണ്ട് ഇത് പിണറായി വിജയൻ പറയിപ്പിക്കുന്നതാണ് എന്ന് പറയുന്നത്. കേരളത്തിലെ അവരുടെ സുപ്രീം ലീഡർ ആരാണ്? അദ്ദേഹമാണ്. ഇപ്പോഴത്തെ സുപ്രീം ലീഡർ എന്ത് ചെയ്യുന്നു? അതിനെ പൂർണ്ണതോതിൽ തള്ളിപ്പറയാൻ അദ്ദേഹം തയ്യാറാവുന്നില്ല എന്ന് കാണണം. അതുകൊണ്ട് CPIM ഇതിനോട് നിശബ്ദത അവലംബിക്കുകയാണോ അതോ ഒരു സഹകരണ രൂപത്തിൽ ഒരു പ്രോജക്റ്റ് പ്രവർത്തിക്കുകയാണോ എന്നതിൽ മാത്രമേ തർക്കമുള്ളൂ എന്ന് പറയാൻ ഞാനൊരു മടിയും കാണിക്കുന്നില്ല. അല്ലെങ്കിൽ കേരളത്തോട് നാളെ നമ്മുടെ സൊസൈറ്റിയെ ഒരു വലിയ തീ പിടിക്കുന്ന അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവാണ്. അത് തടയാൻ ബാധ്യതപ്പെട്ട ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും അതിൻ്റെ സർക്കാരും അവലംബിക്കുന്നു. അവർക്ക് നിശബ്ദതയാണ്. ഇത് കേസെടുക്കേണ്ട കാര്യമാണ്. ഇന്നലെ രാത്രി ചോദിക്കുമ്പോൾ CPIMൻ്റെ പാനലിസ്റ്റിന് കേസെടുക്കേണ്ടതാണെങ്കിൽ പോലീസ് എടുത്തോളൂ എന്നാണ് പറയുന്നത്. എടുക്കേണ്ടതാണെന്ന് അഭിപ്രായമില്ല. അവരുടെ കൂട്ടത്തിലുള്ള കക്ഷിയായ INL കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് അതിന്മേൽ CPIMന് ഒരു പൊസിഷനില്ല എന്നാണ് കാണേണ്ട കാര്യം. നിങ്ങൾ CPIMൻ്റെ സൈബർ സ്പേസ് മൊത്തം നോക്ക്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ എന്താണോ കണ്ടത്, ഈ ആഴ്ച എന്താണ് കാണുന്നത്? ഇന്നലെ പിന്നെ സൺഡേ ആണ്, അവരുടെ സൈബർ സ്പേസിനാകെ വീക്ക് ഓഫ് ആണെന്ന് വിചാരിക്കുക. ഇന്നത് പ്രവർത്തിക്കണ്ടേ? അത് പ്രവർത്തിക്കുന്നില്ല. അത് പ്രവർത്തിക്കാത്തതിൻ്റെ കാരണം ഏതെങ്കിലും തരത്തിലുള്ള നിർദ്ദേശം വന്നതുകൊണ്ടായിരിക്കുമോ? എല്ലാവർക്കും നിർദ്ദേശം കിട്ടണമെന്നില്ല. അതോ ഇത്തരം നിശബ്ദത അവലംബിക്കാൻ തക്കവണ്ണം അതിൻ്റെ സൈബർ സ്പേസിനെ ഇതിനകം പാർട്ടി പരുവപ്പെടുത്തി കഴിഞ്ഞു. അത് ഏറ്റവും ഗൗരവമുള്ള പ്രശ്നം അവിടെയാണ്. വെള്ളാപ്പള്ളി നടേശൻ ഇത്രയും ഗുരുതരമായ വെറുപ്പ് പറഞ്ഞാൽ അദ്ദേഹത്തെ ആക്രമിക്കുന്നതിലേക്ക് നമ്മൾ പോവേണ്ടതില്ല എന്ന് സ്വയം ഒരു കോമ്രേഡ് പരുവപ്പെട്ടെങ്കിൽ അതാണ് ഏറ്റവും ഗുരുതരമായ അപകടത്തിന് സൂചന. പാർട്ടി നിർദ്ദേശമാണ് എല്ലാവരും നിശബ്ദതയ്ക്ക് ഞാൻ കാണുന്നില്ല. നിങ്ങൾക്ക് ഒറ്റപ്പെട്ട ശബ്ദം മാത്രമേ കേൾക്കാൻ പറ്റൂ. അവസാനം ഇന്നലെ സ്വരാജ് പറഞ്ഞ 3 വാചകം എടുത്തുകൊണ്ട് ചില ആൾക്കാർ ഇതിനായി വരുന്നത് കണ്ടു. അപ്പോൾ CPM ഈ കളിക്കുന്ന കളി ഇത് കേരളത്തോട് ചെയ്യുന്ന ഒരു ദ്രോഹമാണ്. CPMന് വേണമെങ്കിൽ 1-2 തവണ കൂടി അധികാരം ഉണ്ടാക്കാൻ കഴിഞ്ഞേക്കും. പക്ഷേ ഈ ചെയ്യുന്നത് നീതീകരിക്കാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അവർ ഈ പറയുന്ന ഒരു ന്യായവാചകവും ഇപ്പോൾ VN വാസവൻ പറയാണ്, ഞാൻ പോയി കഴിഞ്ഞതിന് ശേഷമാണ് പറഞ്ഞത്. അദ്ദേഹം ആ പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് തൊട്ട് മുമ്പാണ് എന്തുണ്ടായത്? കാന്തപുരത്തിനെതിരെ പറയുന്നത്. അതിന് മുമ്പാണ് മലപ്പുറത്തിനെതിരെ പറയുന്നത്. ഇതെല്ലാം അവിടെ നിൽക്കുകയാണ് ഈ പുകഴ്വാചകം പറയുന്നത്. SNDPയുടെ പരിപാടിയിൽ പോയി വിളിച്ചാൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പറയാം. വിളിച്ചാൽ പോകാം, ഇനി പൊയ്ക്കോ. പോയിട്ട് എന്തിനാണ് വേണ്ട ആദ്യത്തിലധികം വാക്കുകൾ പറഞ്ഞ് അദ്ദേഹത്തെ പുകഴ്ത്തുകയാണ്. ഇതിന് മുമ്പ് പിണറായി വിജയൻ നിർഭയം അഭിപ്രായം പറയുന്ന ഒരാൾ എന്നാണ്. ചരിത്രം വയ്യാത്ത കാലത്തും ചരിത്രം സൃഷ്ടിക്കുന്ന ഒരാൾ. ഒരർത്ഥത്തിൽ അത് ശരിയാണ്, ആ ചരിത്രം സൃഷ്ടിക്കൽ. കാരണം എന്താണ്? CPMനെ പോലൊരു പാർട്ടിയെ നിശബ്ദമാക്കി നിർത്താൻ പറ്റുന്നു, വർഗീയത വിളമ്പിയിട്ട്. അത് വലിയ ചരിത്രമാണ്. അത് വെള്ളാപ്പള്ളി നടേശനെ കൊണ്ട് പറ്റും. വേറൊരു നേതാവ് പറഞ്ഞു വയ്ക്ക്, അവരെടുത്തിട്ട് ആക്രമിച്ചു കളയും. അപ്പോൾ ഇത് നമ്മുടെ സമൂഹം വലിയ കുഴപ്പത്തിലേക്ക് പോകുന്നതിൻ്റെ ഭയാനകമായ സൂചനകളിലൊന്നാണ്. അതിൽ CPM മുമ്പിൽ പ്രതിസ്ഥാനത്തുണ്ടെന്ന് ഞാൻ പറയും. നിഷേധ പറയുന്നൊരു പോയിൻ്റുണ്ട്. അതായത് ഈ വെള്ളാപ്പള്ളി എതിർത്താൽ അത് ഈഴവ സമുദായത്തെ എതിർക്കുന്നതിന് തുല്യമായി തീരും എന്ന് CPM ഭയക്കുന്നു. അതായത് വലിയൊരു വോട്ട് ബാങ്കായി CPM അതിനെ കരുതുന്നു.
പക്ഷേ കഴിഞ്ഞ കുറച്ച് തിരഞ്ഞെടുപ്പുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ആലപ്പുഴയിൽ കെ.സി. വേണുഗോപാലിനെ എതിർത്തതാണ് വെള്ളാപ്പള്ളി. പക്ഷേ കെ.സി. വേണുഗോപാൽ അവിടെ ജയിച്ചു. വെള്ളാപ്പള്ളി എതിർത്തവരൊക്കെ അവിടെ ജയിച്ചു. അതെ, ആരിഫിനെ എതിർത്തു, പക്ഷേ അദ്ദേഹം ജയിച്ചു. അപ്പോൾ ഈ CPM-ൻ്റെ ഭയത്തിൽ എന്ത് വല്ല കാര്യമുണ്ടോ? അല്ല, അങ്ങനെ ഒരു ഭയം കൊണ്ടാണ് വെള്ളാപ്പള്ളിയുടെ ഈ വർഗീയ വിദ്വേഷ പ്രചാരണത്തെ CPM എതിർക്കാത്തത് എന്ന് എനിക്ക് അഭിപ്രായമില്ല. ഇതൊരു പ്രോജക്റ്റിൻ്റെ ഒരു പദ്ധതിയുടെ ഭാഗമാണ്. എന്താണ് ആ പദ്ധതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ വെള്ളാപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്തിനായി പ്രസംഗിക്കുന്നത്? അദ്ദേഹം ഒരേ സമയം CPM-ൻ്റെയും BJP-യുടെ അനുഭവം ലഭിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇങ്ങനെ മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വിദ്വേഷം നിരന്തരം ചീറ്റിക്കൊണ്ടിരുന്നാൽ എനിക്ക് പിന്തുണ കിട്ടും, BJP-യിൽ നിന്നും CPM-ൽ നിന്നും പിന്തുണ കിട്ടും എന്ന് നന്നായി അറിയുന്നത് കൊണ്ടാണ് ഈ വിദ്വേഷ പ്രസംഗം എൻ്റെ ഒരു പൊളിറ്റിക്കൽ ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കുമെന്ന് അറിയുന്നത് കൊണ്ടാണ് വെള്ളാപ്പള്ളി ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നലത്തെ പ്രസംഗത്തിൽ അദ്ദേഹം ഗുരുതരമായ രണ്ട് റെഫറൻസ് നടത്തുന്നുണ്ട്. അതൊന്ന്, എനിക്കിങ്ങനെ നിവർന്നു നിൽക്കാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, മലപ്പുറത്ത് പ്രസംഗത്തിന് ശേഷം എല്ലാവരും എന്നെ വളഞ്ഞിട്ട് ആക്രമിച്ചപ്പോൾ എനിക്ക് കവചമൊരുക്കിയത് ആരാണ്? പിണറായി വിജയനാണ് എന്ന് അദ്ദേഹം പറയുന്നു. പിന്നെ കേരളം മുസ്ലിം സ്റ്റേറ്റ് ആകാൻ പോകുന്നു എന്നതിന് അദ്ദേഹം റെഫറൻസ് ആയിട്ട് വെക്കുന്ന ആരെയാണ്? VS അച്യുതാനന്ദനെയാണ്. അപ്പോൾ CPM-ൻ്റെ രണ്ട് സമുന്നത നേതാക്കന്മാരെ റെഫറൻസാക്കി വെച്ചുകൊണ്ടാണ് ഇയാൾ ഈ വിഷം ഒലിപ്പിക്കുന്നത്. അപ്പോൾ നന്ദി ചുരുങ്ങി അതേക്കുറിച്ചെങ്കിലും CPM മറുപടി പറയണ്ടേ? ഇങ്ങനൊരു വിഷം പ്രസംഗിക്കുന്നത് അവിടെ ഇരിക്കട്ടെ, അതിന് അദ്ദേഹം ആധാരമാക്കുന്നത് CPM-ന് ഏറ്റവും സമുന്നതരായി ഇന്ന് ജീവിച്ചിരിക്കുന്നവർ, ഏറ്റവും എന്താണ് പാർട്ടി രൂപീകരണത്തിൽ തന്നെ പങ്കാളികളായിട്ടുള്ള നേതാക്കന്മാരെയാണ്. അതിന് വലിയ ഗുരുതരമായ അപകടമില്ലേ? എന്നിട്ടും CPM മിണ്ടുന്നില്ല. പിന്നെ അദ്ദേഹം ആക്രമിക്കുന്നത് മറ്റൊരാളാണ്, കാന്തപുരം AP വക്കൂർ മുസ്ലിയാർ. കാന്തപുരം AP വക്കൂർ മുസ്ലിയാർ ഇന്ന് മുസ്ലിം സമുദായത്തിൽ CPM-ൻ്റെ കൂടെ നിൽക്കുന്ന ഏക നേതാവാണ്. CPM-ന് ഘടകകക്ഷി എന്നുള്ള സാമാന്യമായി ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കുന്ന ഒരു സംഘടന എന്നുള്ളതാണ്. ആ ആരോപണം എന്താണ്? അത് കാന്തപുരത്തിനെതിരായ ആരോപണം പോലുമല്ല, അതും ശരിക്കും നോക്കിയാൽ അത് ഗവൺമെൻറ്റിനെതിരായ ആരോപണമാണ്. കാരണം ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നത് കാന്തപുരത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണെന്നാണ്. എന്ന് പറഞ്ഞാൽ ആ ആരോപണം കൊള്ളുന്നത് എവിടെയാണ്? ശരിക്കും ഗവൺമെൻറ്റിലാണ്. ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ കാന്തപുരത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് അല്ല, കാന്തപുരം അങ്ങനെ അനാവശ്യമായ സമ്മർദ്ദങ്ങൾ ഉണ്ടാക്കുന്ന ഒരാളല്ല എന്ന് പറയേണ്ട ഉത്തരവാദിത്തമില്ല. കാരണം കാന്തപുരത്തോട് ഇവർക്ക് ഒരു കടപ്പാടുണ്ടല്ലോ, ഈ മനുഷ്യൻ അവരെ പിന്തുണക്കുന്ന ആളല്ലേ. ഇനി അല്ല കാന്തപുരത്തിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ് ഈ ഗവൺമെൻറ് പ്രവർത്തിക്കുന്നതെന്ന് വന്നു കഴിഞ്ഞാൽ എന്ന് വെള്ളാപ്പള്ളി പറയുന്നു, വെള്ളാപ്പള്ളി അഭിപ്രായം തുറന്നു പറയുന്നതിൽ കേമനായിട്ടുള്ള ആളാണെന്ന് വാസവൻ സർട്ടിഫൈ ചെയ്യുന്നു എന്ന് വന്നു കഴിഞ്ഞാൽ മലയാളി സമൂഹം എന്താ വിചാരിക്കുക? വെള്ളാപ്പള്ളി പറഞ്ഞ ഈ കാര്യം ശരിയാണെന്നല്ലേ? കാന്തപുരത്തിൻ്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് ഈ സർക്കാർ എന്നൊരു CPM അല്ലെങ്കിൽ വാസവൻ സർട്ടിഫൈ ചെയ്യാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ടും ഇത്രയെല്ലാം അപകട സാധ്യതകളുള്ള ഒരു പ്രഭാഷണ പരമ്പരയായിട്ടും എന്തുകൊണ്ടാണ് CPM ഇത്രയും മൃദുവായ സമീപനം സ്വീകരിക്കുന്നത് ചോദിച്ചാൽ അത് തീരുമാനിച്ചുറപ്പിച്ചൊരു കാര്യമാണ്. ആ തീരുമാനം എന്താണ്? ഞങ്ങളുടെ ഇനിയുള്ള വഴി എന്ന് പറയുന്നത് മുസ്ലിം വെറുപ്പ് പടർത്തി മുസ്ലിം വിദ്വേഷത്തെ എത്രത്തോളം അതിനെ പെരുപ്പിച്ചെടുക്കാൻ പറ്റും അങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് ഇപ്പുറത്തുണ്ടാവുന്ന വോട്ടിൻ്റെ ഏകീകരണം, ഭൂരിപക്ഷ വോട്ടുകൾ അല്ലെങ്കിൽ മുസ്ലിം വിരുദ്ധമായ വോട്ടിൻ്റെ ഏകീകരണം, അതാണ് നമ്മളുടെ ഭാവി രാഷ്ട്രീയം എന്ന് തീരുമാനിച്ചുറപ്പിച്ച് പോകുന്നൊരു പാർട്ടിയാണത്. അതുകൊണ്ടാണ് മലപ്പുറത്ത് വന്നിട്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗം എന്താണ്, വെള്ളാപ്പള്ളി നടത്തുന്ന പ്രസംഗം എന്താണ്? ഇത്രയും മോശമായൊരു പ്രസംഗം ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? മലപ്പുറത്തെ ഒരു SNDP-കാരൻ അംഗീകരിക്കുമോ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ? മലപ്പുറത്ത് ശ്വാസം മുട്ടുന്നു, ഇതര മതസ്ഥർക്ക് ശ്വാസം മുട്ടുന്നു എന്ന് പറഞ്ഞാൽ മലപ്പുറത്തുള്ള SNDP-യുടെ ഒരു ഭാരമായി അംഗീകരിച്ചു തരും. അത് അത്രയും ഗുരുതരമായ ആരോപണം ഉന്നയിച്ചിട്ട് തൊട്ടടുത്ത ആഴ്ച മുഖ്യമന്ത്രി എന്താ പറയുന്നത്? സരസ്വതി വിളയാട്ടം എന്നിട്ട് നിങ്ങൾ പറഞ്ഞതിൽ കുഴപ്പമുണ്ടായിട്ടല്ല കേട്ടോ, അത് നാട്ടുകാരെടുക്കുന്നത് അങ്ങനത്തെ ഒരു കാലമാണ്. അപ്പോൾ നാട്ടുകാരുടെയും കാലത്തിൻ്റെയും കുഴപ്പമാണ്. ഒരു വീര പോരാളിയെ പോലെ മുഖ്യമന്ത്രിയും 4 ക്യാബിനറ്റ് മന്ത്രിമാരും അദ്ദേഹത്തെ സ്വീകരിക്കാൻ വരുന്നു. അതൊരു നാണവും CPM-ൻ്റെ ഒരു പോളിറ്റ് ബ്യൂറോ മെമ്പർ ആയിട്ടുള്ള ഒരാൾക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ വെച്ചാൽ ഈ ലൈനിൽ നമുക്ക് പോകാം എന്നുള്ളതാണ്. അത് മാഷാ അല്ലാഹ് സ്റ്റിക്കർ മുതൽ കാഫിർ സ്ക്രീൻഷോട്ട്, നിലമ്പൂരിൽ നടത്തിയ പ്രചാരണം അറിയില്ലേ? പെഹൽഗാം ആക്രമണത്തെ പിന്തുണക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. ആ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയിലാണ് UDF മത്സരിക്കുന്നത്.
എന്നാൽ ആ ആരോപണത്തിൻ്റെ ആഴം, അതിൻ്റെ അപകടം ഒന്ന് ആലോചിച്ചു. പറഞ്ഞതിൽ എന്തോ ഒരു മിസ്റ്റേക്ക്. പഹൽഗാം ആക്രമണത്തെ അല്ല, അതെ, പെഹൽഗാം ആക്രമണത്തെ തന്നെ വളരെ കൃത്യമായി. എന്ന് മാത്രമല്ല, അപലപിച്ചില്ലെന്ന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞത്. CPM-ന്റെ ഉത്തരവാദപ്പെട്ട ആളുകൾ ടെലിവിഷൻ ചാനലിൽ വന്ന് പറഞ്ഞത് പെഹൽഗാം ആക്രമണത്തെ പിന്തുണക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത സംഘടനയാണ്. ഇക്കാര്യം ഒരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഇക്കാര്യം അവിടെ മികച്ച ക്യാമ്പയിൻ ആയിട്ടുണ്ടെന്നും പറയുന്നുണ്ട്. ഇന്ത്യയിൽ ഏതെങ്കിലും നോക്കൂ, ഏറ്റവും ഹാർഡ് കോർ ഹിന്ദുത്വ ഫ്രഞ്ച് ഗ്രൂപ്പുകൾ പോലും ഉന്നയിക്കാത്തൊരു ആരോപണമാണ്. പെഹൽഗാം ആക്രമണത്തിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയ്ക്ക് വിദൂര പങ്കുള്ളതായി ഇന്ത്യയിലെ ഒരു സംഘപരിവാർ സംഘടന പോലും ഉന്നയിച്ചിട്ടില്ല. അതാണ് തങ്ങളുടെ ടീമിലെ ഏറ്റവും കാൽപ്പനികവൽക്കരിക്കപ്പെട്ട ഒരു മതേതര ബിംബത്തെ വിജയിപ്പിച്ചെടുക്കാൻ, അതും ഒരു ഉപതെരഞ്ഞെടുപ്പ് വിജയിപ്പിച്ചെടുക്കാൻ ഇത്രയും വിഷലിപ്തമായ ഒരു പ്രചാരണം നിലമ്പൂരിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പാർട്ടി പരിപാടിയാണ്. ഇത് ഹസൻ അമീർ കുഞ്ഞാലിക്കുട്ടി സഖ്യം മുതൽ ഈ ഒരു ലൈൻ നമ്മൾ കാണുന്നുണ്ട്. അതുകൊണ്ട് നേട്ടം ഉണ്ടാകുന്ന വെച്ചാൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ നേട്ടം ഉണ്ടാകുന്നുണ്ട്. 80-20 കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് 80-20 എന്ന് പറയുന്ന വിവാദം ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കുക, 80-20 എന്താണ് ശരിക്കും? സച്ചാർ കമ്മീഷൻ റിപ്പോർട്ടുകൾ കേരളത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നതിനെക്കുറിച്ച് പഠിക്കുവാൻ വേണ്ടി പാലുളി കമ്മിറ്റിയെ നിശ്ചയിക്കുന്നു. പാലുളി കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഉണ്ടായിട്ടുള്ള സ്കോളർഷിപ്പ് പ്രോഗ്രാം നോക്കൂ. അവരുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്? സച്ചാർ കമ്മിറ്റിയുടെ ടേംസ് ഓഫ് റെഫറൻസ് എന്താണ്? ഇന്ത്യയിലെ മുസ്ലിം പിന്നോക്കാവസ്ഥ പഠിക്കുവാനും മുസ്ലിങ്ങളുടെ പിന്നോക്കാവസ്ഥ മറികടക്കാനുള്ള പ്രോജക്റ്റുകളും പ്രോഗ്രാമുകളാണ്. അത് കേരളത്തിൽ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നതാണ് പാലുളി കമ്മിറ്റി എന്ന് പറഞ്ഞാൽ. അതൊരു മുസ്ലിം സ്പെസിഫിക് പ്രോഗ്രാമാണ്. ഇന്ത്യയിൽ പല സമൂഹങ്ങളുമായി ബന്ധപ്പെട്ട് ആ സമൂഹങ്ങളുടെ ഉന്നമനത്തിന് വേണ്ടി സവിശേഷമായ പ്രോഗ്രാമുകൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു കമ്മിറ്റി നിർദ്ദേശിച്ച ഒരു സ്കീമായിരുന്നു സ്കോളർഷിപ്പ്. അത് യഥാർത്ഥത്തിൽ മുസ്ലിങ്ങൾക്ക് കൊടുക്കേണ്ട സ്കോളർഷിപ്പാണ്, മുസ്ലിം പിന്നോക്ക വിഭാഗങ്ങൾക്ക് കൊടുക്കേണ്ട സ്കോളർഷിപ്പാണ്. പക്ഷേ കേരളത്തിൽ അത് നടപ്പാക്കുമ്പോൾ 20% ക്രിസ്ത്യൻ സമൂഹങ്ങൾക്കും കൊടുക്കാം എന്ന് തീരുമാനിക്കുന്നു. പക്ഷേ അതിൻ്റെ പേരിൽ എന്തുമാത്രം വിദ്വേഷ പ്രചാരണമാണ് കേരളം നടന്നത് കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കുക, ആ പ്രചാരണം നടക്കുമ്പോൾ ഉത്തരവാദപ്പെട്ട ബിഷപ്പുമാർ വരെ അതേക്കുറിച്ച് വർഗീയ ചുവയോടുകൂടി സംസാരിക്കുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം ആർക്കായിരുന്നു? സർക്കാരിനാണ്. കാരണം അത് സർക്കാർ പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട വിമർശനമാണ്. പക്ഷേ സർക്കാർ അതേക്കുറിച്ച് ഒരു അക്ഷരം പറയുന്നില്ല. മുസ്ലിം സംഘടനകൾ എല്ലാ ദിവസവും വന്ന് അതിങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുക, അതേക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതെന്തിനാണ്? അതിൻ്റെ ഒരു തുടർച്ചയിലാണ് ആ ഒരു പ്രചാരണം നടക്കുന്ന സമയത്ത് തന്നെയാണ് മാണി കോൺഗ്രസ് ഇങ്ങോട്ട് മാറുന്നത് കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് ലോക്കൽ ബോഡി ഇലക്ഷനിൽ കാര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വർഗീയതയെ ഉപയോഗപ്പെടുത്തുക, മുസ്ലിം വിരുദ്ധതയെ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ളത് കേരളത്തിൽ CPM തീരുമാനിച്ചുറപ്പിച്ച ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റായിട്ട് കൊണ്ട് നടക്കുന്നു. കഴിഞ്ഞ 9 വർഷമായി കേരളത്തിലെ ഏറ്റവും ഗംഭീരമായി മുന്നോട്ട് പോകുന്ന വ്യവസായം ഏതാണെന്ന് ചോദിച്ചാൽ വെറുപ്പിൻ്റെ വ്യവസായമാണ്, ഹെയ്റ്റ് ട്യൂബിംഗ് ആണ്. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുള്ള ഈ വിദ്വേഷത്തിന് വേണ്ടി മാത്രമായി സൃഷ്ടിക്കപ്പെട്ട യൂട്യൂബ് പ്ലാറ്റ്ഫോമുകൾ എത്രയാണ്? അതുമായി വന്നിട്ട് എന്തുമാത്രം പരാതികൾ വന്നു? എന്തെങ്കിലും നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? നോക്കൂ, അൻവർ പുറത്തു പോകുമ്പോൾ തന്നെ ഉന്നയിച്ച പ്രധാന ആരോപണം എന്താണ്? ഇങ്ങനെ വിദ്വേഷം വളമ്പുന്ന ഒരാളെ ഇവിടുത്തെ പോലീസ് സംരക്ഷിക്കുന്നു എന്നുള്ളതല്ലേ. വെള്ളത്തിൽ വിഷം കലക്കി മുസ്ലിം സ്ത്രീകളുടെ പ്രജനശേഷി നശിപ്പിക്കണമെന്ന് പറഞ്ഞ ഒരു ആകാശവാണി ഉദ്യോഗസ്ഥ, അവർക്കെതിരെ മൾട്ടിപ്പിൾ കംപ്ലയിൻറ്റ്സ് കേരളത്തിലെ പോലീസ് സ്റ്റേഷനിൽ പോയി. അവർക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. അവരിപ്പോഴും സാംസ്കാരിക വേദികളിൽ സംഘപരിവാറിൻ്റെയും ഈ പറയുന്ന സ്വതന്ത്ര ചിന്തകരുടെയും സാംസ്കാരിക വേദികളുടെ പ്രഭാഷകയാണ്. ഇങ്ങനെ വെറുപ്പിൻ്റെ വ്യാപാരികളിങ്ങനെ തടം വെച്ച് അവർ നൃത്തം ചെയ്ത് വിലസുമ്പോൾ എന്തെങ്കിലും നിലക്കില്ല, സ്വമേധയാ കേസെടുക്കേണ്ട സംഭവങ്ങളിൽ പോലും പരാതി പോയിട്ട് പോലും ഒരു നടപടി എടുക്കാതെ നമ്മൾ കാണുന്നത് എന്തുകൊണ്ടാണ്? ഇതങ്ങ് നടക്കട്ടെ. ഈ സ്ക്രീൻഷോട്ടുകൾ, ഈ പ്രഭാഷണങ്ങൾ, ഈ ഹെയ്റ്റ് ട്യൂബിങ് അത് നടക്കട്ടെ. അതിലൂടെ ഉണ്ടാകുന്ന ഒരു പൊളിറ്റിക്കൽ ഡിവിഡൻഡ് നമുക്ക് എടുക്കാമെന്നാണ്. അതിൻ്റെ രുചി ആസ്വദിച്ചിട്ടുണ്ട്. നിശ്ചയമായിട്ട് ആസ്വദിക്കാം, പക്ഷേ എല്ലാ കാലം ആസ്വദിക്കാൻ പറ്റില്ല. കാരണം ഇതുകൊണ്ട് CPM-ന് വോട്ട് ചെയ്യുന്ന ആളുകൾ, ഇതുകൊണ്ട് നമുക്ക് വോട്ട് നേടിയെടുക്കാം എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. നിങ്ങൾ ഒരു സമൂഹത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. അവരെ നിങ്ങളെക്കാൾ ഗംഭീരമായി സ്വീകരിക്കാൻ പറ്റുന്ന മറ്റൊരു ടീം ഇവിടെയുണ്ട്. അവർ സജ്ജരായി ഇവിടെയുണ്ട്. അവർ കേന്ദ്രം ഭരിക്കുന്നവരാണ്. അപ്പോൾ കുറച്ചു കാലം നിങ്ങൾക്ക് ഇതിന് നേട്ടം കിട്ടിയേക്കാം. അപ്പോൾ CPM ചെയ്യുന്നത് കേരളത്തെ നശിപ്പിക്കുന്ന, ആ പാർട്ടിയെ നശിപ്പിക്കുന്ന ഒരു പരിപാടിക്ക് കൂട്ടു നിൽക്കുകയാണ്.
കേരളത്തെ നശിപ്പിക്കുന്ന ഒരു പരിപാടി കൂട്ടി നിൽക്കുകയാണ്. ഇത് എത്ര കാലമായി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇതവർക്ക് ഇത് എന്തുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു പാർട്ടി എന്താണ് അവർ നിൽക്കുന്ന കാലത്ത് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ അത് മനസ്സിലാക്കാനുള്ള ആൻറ്റിന ഇല്ലാതാവുക എന്നാണ് പാർട്ടി നശിക്കുന്നതിൻ്റെ ഒന്നാമത്തെ ഘട്ടമാണ്. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം, കേരളത്തിൽ ഈ മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ പറയുന്ന പ്രചാരണങ്ങളെല്ലാം നടക്കുന്നത്. കേരളത്തിൽ ഏതാണ്ട് 30% വരുന്നൊരു കമ്മ്യൂണിറ്റിയാണ്. അങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയെ ഇങ്ങനെ അവരെ ഇങ്ങനെ ചുമരിലേക്ക് തള്ളി നിർത്തിക്കൊണ്ട്, അവരെപ്പോഴും ആക്രമിച്ചുകൊണ്ട്, അവരെ പ്രതിസ്ഥാനത്ത് നിർത്തിക്കൊണ്ട്, അവരെ പൈശാചികവൽക്കരിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയത്തിന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു കമ്മ്യൂണിറ്റിയെയും അങ്ങനെ സവിശേഷമായി ടാർഗറ്റ് ചെയ്ത് മാറ്റി നിർത്തി പൈശാചികവൽക്കരിച്ച് വിജയിച്ച് കളയാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു വിഡ്ഢിത്തമായിരിക്കും. യെസ്, ഈ വിഷയത്തിൽ ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടത്, കാന്തപുരം ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളത് കൂടിയാണ്.